ഒരു സമുദായം എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? 30 വർഷം അതിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. സമുദായം എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ആ മഹിമ ഉണ്ടാവണം. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ, അല്ലെങ്കിൽ ആ സമുദായത്തിലെ മുഴുവൻ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ആ ജനങ്ങൾക്ക് പോലും അദ്ദേഹം പറയുന്ന പോലെ അല്ലല്ലോ. മലപ്പുറത്ത് ജീവിക്കുന്ന ഈഴവരുടെ അവസ്ഥ എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ സഹോദരന്മാരെ ജീവിക്കുകയാണ്, കെട്ടിപ്പിടിച്ച് ജീവിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഫുഡ് കൊണ്ടുപോയി കഴിക്കുന്ന പിന്നെ ഹിന്ദുക്കളുണ്ട് അവിടെ, ഈഴവനുണ്ട് അവിടെ. തിരിച്ച് അവിടെ ഒരു ആഘോഷം വരുന്ന സമയത്ത് മുസ്ലിങ്ങളെ കൂട്ടിയിട്ട് വന്ന് അവിടെ ഫുഡ് കൊടുക്കുന്ന ഈഴവനുണ്ട് അവിടെ. അവർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവിടെ ചെന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ രണ്ടായിട്ട് നിൽക്കുക, നിങ്ങൾ എന്താണ്, നിങ്ങൾ ഈഴവൻ അവിടെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള ഈഴവൻ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കാണുക? കോട്ടയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പറയുക ക്രിസ്ത്യാനികളെല്ലാം പ്രശ്നക്കാരാണ്, ക്രിസ്ത്യാനികൾ. കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ അപ്പോൾ എന്താ? കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ഈഴവൻ്റെ അവസ്ഥ എന്താ? അത് ക്രിസ്ത്യാനി പാർട്ടിയാണെന്ന് പറയുക. എന്നിട്ട് ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കി വെച്ചോ? ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ, വേറെ പാർട്ടി ഉണ്ടാക്കിയോ? ആ പാർട്ടിയിൽ ഒരു മനുഷ്യൻ പോലും പോകുന്നില്ല എന്നേ. ആ പാർട്ടി കെട്ടിവെച്ച കാശ്, ഇദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് ഇടുന്നില്ല. അതിൻ്റെ തലപ്പത്ത് അദ്ദേഹത്തിൻ്റെ മകനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്താ, അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ മുഴുവൻ വിമർശിക്കുകയാണ്. ഏത് രീതിയിലാണ് വിമർശിക്കുന്നത്? പേരെടുത്ത് വിമർശിക്കുക. കേരളത്തെ സ്ത്രീകളെന്താ ഫാക്ടറിയാണോ പ്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്? കേരളത്തെ സ്ത്രീകളെ ഫാക്ടറി ആയി കാണുന്ന ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോ? ഫാക്ടറി എന്നിട്ട് പറയുകയാണ് ഈഴവ സ്ത്രീകളോട് എന്താ പറയുന്നത് അറിയോ? നിങ്ങൾ പ്രൊഡക്ഷൻ നിർത്തരുതെന്ന്. അതിനൊരു മാന്യത വേണ്ടേ?